എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടലയാണ്. വെള്ളക്കടല കൊണ്ടൊരു കറി. അതിന് ഞാൻ വെള്ളക്കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് സവാള ഉള്ളിയും പച്ചമുളകും തക്കാളിയും മല്ലിയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മുഴുവത്തോടെയുള്ള ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ് അത്രേ ചേർക്കുന്നുള്ളൂ. അത് ആദ്യം നമ്മൾ ചീനച്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ പട്ടയും ഗ്രാമ്പും ഏലക്കായും എല്ലാം കൂടി ഇട്ട് ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് സവാള ഉള്ളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം വഴരണ്ട, ഒന്ന് നോർമലായിട്ടൊന്ന് വഴന്നാൽ മതി. പച്ചമണം മാറിപ്പോകുന്ന രീതിയിലൊന്ന് വഴന്നാൽ മതി. അതങ്ങനെ വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ വേഗം വഴന്ന് കിട്ടും. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ആവശ്യമായത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ട്. അതൊന്ന് ഞാൻ സ്വന്തമായിട്ട് അരയ്ക്കണതാണ് കേട്ടോ. ഞാൻ ഗരം മസാലയാണെങ്കിലും ഒക്കെ ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ മുഴുവത്തോടെ ഉള്ളത് വാങ്ങിയിട്ട് പൊടിച്ചെടുക്കുക ചെയ്യണത്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടും. ഒരുപാട് അങ്ങ് വഴരണ്ട. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി, ഒരു 1.5 സ്പൂൺ, 1/4 കിലോ കടലയാണ് ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഒരു മുഴുവൻ സവാളയും ഒരു മുഴുവൻ തക്കാളിയും ഒരു 1.5 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി ഇഞ്ചിയും ഒരിച്ചിരി മൂത്ത് വരട്ടെ. അതൊന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുള്ളത് കാരണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, സാദാ സ്പൂണിന് കേട്ടോ. അതിപ്പം കൊഴുപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1.5 എന്നുള്ളത് 2 ആക്കാം നമുക്ക്. മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിക്ക് ഓൾറെഡി എരിവില്ലാത്തതാണെങ്കിൽ നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലയുടെ കൂട്ടത്തിൽ ഇച്ചിരി ജീരകം കൂടി പൊടിച്ച് ചേർക്കുന്നത് നല്ലതാണ്. ജീരകം ഒന്ന് മെല്ലെ ചൂടാക്കി പൊടിക്കണം, പച്ചക്കല്ല കേട്ടോ. ജീരകം മെല്ലെ ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട്, നല്ല ജീരകം, പെരുംജീരകമല്ല, നല്ല ജീരകം, അതും കൂടി പൊടിച്ച് ഞാനിതെല്ലാം കൂടി ചേർത്ത് പൊടിച്ച് വെച്ചേക്കണതാണ് എൻ്റെ മസാലയിലേക്കകത്ത്. അതിങ്ങനെയുള്ള കറികൾക്ക് വേണ്ടിയിട്ട് ഞാൻ 2 തരത്തിലാണ് മസാല പൊടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ നല്ല ജീരകം ഒന്ന് ചൂടാക്കി ചേർത്ത് പൊടിച്ച് വയ്ക്കും. അപ്പം അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരു 1.5 സ്പൂണോളം വാളംപുളി പിഴിഞ്ഞത്. വാളംപുളിയെന്ന് ഞങ്ങൾ പറയും, പിഴുപുളിയെന്ന് ചിലർ പറയും. ആ പുളി പിഴിഞ്ഞത് ഒരു 1.5 സ്പൂൺ. ഒരുപാട് വേണ്ട, കുറച്ച് മതി. പുളി, ഉപ്പ്, എരിവ്, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനാണ് ഒരു കുറച്ച് പുളി ചേർക്കുന്നത്. കുറച്ച് മതി, വളരെ കുറച്ച് മതി. ആ പുളിയും കൂടി ചേർത്ത് കണ്ടോ. ഇപ്പോൾ അരപ്പൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ അതിനകത്തേക്ക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുത്തു. അതിൽ ഞാൻ ജീരകം സ്പെഷ്യലി പിന്നെയും പറയുന്നു, നല്ല ജീരകം വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഇനി ആ പുളിയും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പുളിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു നുള്ളു പഞ്ചസാര, ആ സ്പൂണിനകത്തൊരു കുഞ്ഞു സ്പൂൺ പഞ്ചസാരയും പിന്നെ പോരാത്തതിനുള്ള ഉപ്പ്. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ട്, മസാലയുടെ കൂടെ ചേർത്തിട്ടുണ്ട്, കടല വേവിക്കാൻ നേരത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് ആ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി ചാറ് കുറുകാൻ വയ്ക്കുക. ഒരുവിധം നമ്മുടെ ആവശ്യത്തിനുള്ള ചാറ് കുറുകി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലോണം ചാറൊക്കെ കുറുകി മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞ് ടേസ്റ്റ് ഒന്ന് നോക്കണം, ഉപ്പ് എരിവും പുളിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. എന്നിട്ട് നമുക്കിത് പൂരിയുടെ കൂട്ടത്തിലാണെങ്കിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലാണെങ്കിലും അപ്പത്തിൻ്റെ കൂട്ടത്തിലാണെങ്കിലും പുട്ടിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഏറ്റവും നല്ല കോമ്പിനേഷൻ ബട്ടൂരയുടെ കൂടെ കഴിക്കാനായിരിക്കും.
പുളി ഞാൻ അത്രയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, വളരെ കുറച്ച്. അത് സ്പൂണിന് അളക്കേണ്ട ആവശ്യമില്ല, ഞാനിങ്ങനെ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് എനിക്കതിനൊരു കണക്കുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഊറ്റി ഒഴിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ടിതിൻ്റെ മറുപടി പറയണം. അത് പഞ്ചസാരയാണ്, അത്രയും പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. പിന്നെ പോരാത്തതിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. രണ്ടും കൂടി ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം. ഇനി മല്ലിയില മാത്രമേ ഇതിനകത്ത് ചേർക്കാനുള്ളൂ. മല്ലിയിലയും കൂടി ചേർത്ത് കഴിയുമ്പോൾ കറി റെഡിയായി. അത് ഇരുന്നൊന്ന് കുറുകും. ഇപ്പം നമ്മൾ കാണുന്ന അത്രയും വെള്ളം ഉണ്ടാകില്ല, സെർവ് ചെയ്യണം ബൗളിലേക്ക് മാറ്റുമ്പോൾ ഇരുന്നൊന്ന് കുറുകും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങളെല്ലാവരും കാണണം, ഇതുണ്ടാക്കി നോക്കി കഴിക്കണം.